ഹായ് ഫ്രണ്ട്സ്, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂച്ച വന്നിട്ട് 3 കുട്ടികളെ ഇട്ടിട്ടുണ്ട്. ഭയങ്കര ന്യൂ ബോൺ ആണ്. ഓൺലി 2 days ഓൾഡാണ് ഈ കിറ്റൻസ്. ഈ ബ്ലാക്ക് പൂച്ചയ്ക്ക് 3 കുട്ടികളുണ്ട്. ആ 3 കുട്ടികളും 6 months ഓൾഡാണ്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അമ്മമ്മ വന്നിട്ട് എല്ലാ കുട്ടികളും വന്നിട്ട് ഒരുമിച്ച് കിടത്താമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യണ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂച്ചയാണ് അമ്മമ്മ. പറഞ്ഞാൽ ഈ ബ്ലാക്ക് പൂച്ചയുടെയും മമ്മി ഇത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ 3 കുട്ടികളുടെ മമ്മി തന്നെയാണ്. ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂച്ചയുടെ മോള്, ബ്ലാക്ക് പൂച്ച. അപ്പോൾ വന്നിട്ട് ഈ അമ്മമ്മ വന്നിട്ട് എല്ലാ കുട്ടികളും അതിൻ്റെ ഉള്ളിൽ കിടത്താൻ നോക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവർക്ക് ഇവിടെ വന്ന് കിടക്കണു. മിഞ്ഞാന്ന് വരെ വന്നിട്ട് ബ്ലാക്ക് പൂച്ച, പിന്നെ ഈ അമ്മമ്മ പൂച്ച, പിന്നെ ബ്ലാക്ക് പൂച്ചയുടെ 3 കുട്ടികളാണ് ഇതിൽ കിടന്നിരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് 3 കുട്ടികൾ വന്നതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് ഇവർ വന്ന് നോക്കണം എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണില്ല. നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് സ്ഥലം കിട്ടിയാൽ കിടക്കാമെന്ന് പറഞ്ഞിട്ടാണ് പ്ലാന്. പക്ഷെ കുട്ടികൾ വന്നിട്ട് മമ്മി കൂടെ ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ ആരും കൂടെ കിടക്കണില്ല. അമ്മമ്മ എന്ത് പറഞ്ഞിട്ട് കേൾക്കണില്ല. അപ്പം മമ്മി വന്നിട്ട് നോക്കാണ് സ്ഥലമുണ്ടോ, കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടൊക്കെ നോക്കാണ്. പക്ഷെ മമ്മിക്ക് മനസ്സിലായിട്ടാ ഇവിടെ സ്ഥലമില്ല, സ്മോൾ ബേബീസ് ഉണ്ട്, അപ്പോൾ ഇവിടെ കിടക്കാൻ പറ്റില്ല എല്ലാവർക്കും ചേർന്നിട്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി. കുട്ടികളൊക്കെ വെയിച്ചാണ് ഉറങ്ങാറായി എന്ന് പറഞ്ഞിട്ട്. പിന്നെ മമ്മി പൂച്ചയ്ക്ക് മനസ്സിലായിട്ട് മമ്മി പൂച്ച പോയിട്ട് കട്ടിലിൻ്റെ മേലെ പോയിട്ട് ഇരിക്കുകയാണ്. എന്ത് ചെയ്യേണ്ടത് മനസ്സിലാവില്ല. ഫുൾ ഷാഡായി പോയിട്ടാ, ഉറക്കം വന്നിട്ട് വയ്യ. ഈ അച്ഛമ്മ വരെ നോക്കണം മോൾ എന്താ ചെയ്യണത്, മോൾ എന്തെങ്കിലും ഐഡിയ ചെയ്യണ്ടോ, മോളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യണ്ടോ പാപ്പ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടേ ഇപ്പോൾ വിളിക്കുന്ന നോക്ക്. ഒരു കുട്ടി വന്ന് അമ്മമ്മയുടെ അടുത്ത്. പക്ഷെ അമ്മമ്മ നോക്കുന്നുണ്ട് മോൾ എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ മോൾ വന്നിട്ട് ഒരു അനക്കമില്ല, കട്ടിലിൻ്റെ മോള് തന്നെ ഇരിക്കുകയാണ്, ഷാഡായിട്ടിരിക്കുകയാണ്. ചേച്ചിയുടെ അടുത്ത് പറയുകയാണ് എങ്ങനെയെങ്കിലും കുറച്ച് സ്ഥലമോ അറേഞ്ച് ചെയ്ത് തരാം കടന്നുറങ്ങാനെന്ന് പറഞ്ഞിട്ട്. കുട്ടികളൊക്കെ ഫുള്ള് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മമ്മി സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അമ്മമ്മ കടന്നിട്ട് കുട്ടികൾക്കൊക്കെ പാപ്പ കൊടുക്കുകയാണ്. മോളുടെ 3 കുട്ടികളും 3 സ്ഥലത്ത് നിൽക്കണം. മോളിങ്ങനെ ഇരുന്ന് വെയിച്ചാണ് എന്താ ചെയ്യേണ്ടതെന്ന്. ഫൈനലി മോൾ ഒന്ന് കടന്ന് കുട്ടികളിന് കുറച്ച് പാപ്പ കൊടുക്കാൻ തുടങ്ങി. പക്ഷേ അമ്മമ്മയ്ക്ക് കിടക്കാനേ സ്ഥലമില്ല. അമ്മമ്മയുടെ കുട്ടികൾ താഴ്ത്തുണ്ട്. പ്രഷായ കുട്ടികൾക്കൊക്കെ വേദനിക്കും. അമ്മമ്മ എന്നാലും പേരക്കുട്ടികളെ നക്കി കൊടുക്കുകയാണ് കേട്ടാ. പക്ഷെ നക്കി കൊടുക്കുമ്പോൾ നല്ല സുഖമാണ് പേരക്കുട്ടികൾക്ക്. ഇപ്പോൾ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്തിറങ്ങി ഒരു ചെറിയ കുട്ടികളുടെ മാത്രം ന്യൂ ബോൺസിന് മാത്രം ഉള്ളിലിട്ട് പേരക്കുട്ടികളൊക്കെ പുറത്തെടുത്ത് പാപ്പ കൊടുക്കാണ്. മമ്മി അച്ഛമ്മ വന്നിട്ട് എല്ലാവർക്കും നക്കി കൊടുക്കുക.